ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിഡീസ് ക്രിയേറ്റീവ് വേൾഡ്. ഞങ്ങൾ കുറേ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ കലോത്സവവും എക്സിബിഷനുകളും കായികമേള അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഒരു സമയമായിരുന്നു ഈ സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണമാണ് വീഡിയോസ് ഇടാൻ ഇങ്ങനെ ലാഗ് വന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരുവിധം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ കലോത്സവത്തിൻ്റെ ജില്ല മാത്രമേ ഉള്ളൂ. അത് ഡിസംബർ ഫസ്റ്റ് വീക്കിലാണ് വരിക. നമുക്ക് എക്സാം പക്ഷെ വേറൊരു സംഭവമുണ്ട് അപ്പോൾ ഡിസംബർ 9 or 10 ആയിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാളും ഞങ്ങൾ വരുത്തിയിരുന്ന മിസ്റ്റേക്സും അത് തിരുത്തി ഇനി മുതൽ എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതായത് കുറച്ച് സ്റ്റഡി ടിപ്സും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒക്കെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഡിസംബർ ഫസ്റ്റ് കലോത്സവം വരണം. അപ്പോൾ നമ്മൾ ഇപ്പോഴേ പഠിച്ചാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സുഖമായിട്ട് ആ സമയത്ത് പഠിക്കാം. അല്ലെങ്കിൽ മുൻപേ നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാലം ഞാൻ ചെയ്തതിന് വളരെ ഷോർട്ടായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ 8, 9, 10 ലാസ്റ്റ് മിഡ് ടേം ഓൺ എക്സാം അത് കഴിഞ്ഞിട്ടുള്ള മിഡ് ടേം വരെ ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മത്സരങ്ങളും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ സ്റ്റേറ്റ് കോമ്പറ്റീഷൻസ് 8 മുമ്പിലൊക്കെ സ്റ്റേറ്റ് ലെവലൊക്കെ മത്സരിച്ച് പങ്കെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എൻ്റെ പ്രാക്ടീസ് സംഭവങ്ങളൊക്കെ ആയിട്ട് മിക്കപ്പോഴും ക്ലാസ്സിലുണ്ടാവില്ല. അപ്പോൾ ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്നിട്ട് ആയിരിക്കും ആദ്യമായിട്ട് ചാപ്റ്റേഴ്സിന് ആദ്യമായിട്ട് കാണുന്നത്. കാരണം നമ്മൾ ഇപ്പം മിക്കപ്പോഴും ക്ലാസ്സൊക്കെ മിസ്സാവുന്നവർക്ക് അറിയുണ്ടാവും. നമ്മളിപ്പോൾ ഒരു പീരീഡ് കട്ടായെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മുമ്പ് ആ സമയത്ത് ഒന്നും മനസ്സിലാവില്ല. അത് നമ്മൾ ആ പീരീഡ് തന്നെ നോക്കിയിട്ട് പ്രാക്ടീസിന് പോകും. ഒന്നും മനസ്സിലാവില്ല. പിന്നെ ചോദ്യം ചോദിക്കൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട. അപ്പോൾ നമ്മൾ എന്തായാലും അപ്പോൾ അങ്ങനെ പോയിട്ട് പിന്നെ വീട്ടിലെത്തി നമ്മൾ അന്ന് എടുക്കുന്ന ഒരു മടിയും കാരണം നമ്മൾ അന്ന് എടുക്കണത് അങ്ങനെ കാണൂല. അപ്പോൾ ഞാൻ അത്യാവശ്യം വായിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുക്സ് എടുത്തിട്ട് വായിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോകും. അതാണ് എന്നത്തെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ അങ്ങനെയായിരുന്നു. പിന്നെ ഈ ഒരാഴ്ച മത്സരങ്ങളിലപ്പോൾ അങ്ങനെയല്ല, അതില്ലാത്ത ആ ഒരു സമയത്തും അങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് മത്സരങ്ങളുള്ളപ്പോൾ പിന്നെ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും. അതായത് ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അതല്ലാത്തപ്പോഴൊക്കെ ഇതായിരുന്നു എൻ്റെ റൂട്ടീൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എക്സാം എടുക്കുമ്പോൾ എന്ത് ചെയ്യും? 8 മണി മുതൽ 10 മണി വരെ ഉറങ്ങും. അത് കഴിഞ്ഞ് 10 മണിക്ക് എണീക്കും. അത് കഴിഞ്ഞ് 1:30 വരെ ഉറങ്ങാണ്ട് നമ്മൾ എന്ത് ചെയ്യും? യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ട് ക്ലാസ് കണ്ടിട്ടുണ്ടാവില്ല. ആദ്യമായിട്ട് ടെക്സ്റ്റ് കാണും. അപ്പോൾ ഇങ്ങനെ എല്ലാ സബ്ജക്ട്സും പഠിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാണ്ട് മാർക്ക് കിട്ടാറുണ്ട്. എനിക്ക് അത്ര ബുദ്ധിമുട്ട് വന്നില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ എല്ലാം മറക്കും. പിന്നെ നമുക്ക് ഇനി വരുന്ന സ്കോളർഷിപ്പ് എക്സാം തന്നെ നമ്മൾ 10 അതിന് +1 പോയി കഴിഞ്ഞാൽ 9 ബാക്കിയൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും. എന്നാലും മെജോറിറ്റി സംഭവങ്ങൾ നമ്മൾ മറക്കാനാണ് സാധ്യത. അങ്ങനെയാണ് സംഭവിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ടെക്നിക്ക് എന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ വോളറ്റൈൽ മെമ്മറിയിൽ കയറ്റിയിട്ട് എക്സാമിന് അവിടെ എല്ലാം പോയിട്ട് എഴുതും. അതിന് നമ്മൾ പിന്നെ മറക്കും. അങ്ങനെ നമുക്ക് എക്സാമിന് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ പിന്നീട് അത് ആ പഠനം നമുക്ക് അങ്ങോട്ട് ഉപകരിക്കില്ല. അപ്പോൾ ഞാൻ ഇനി മുതൽ അത് അങ്ങോട്ട് ചേഞ്ച് ആക്കാൻ പോകണം. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും കാണുന്നവർ ഇതേപോലത്തെ ചെയ്തിരുന്ന ആളുകളാണെങ്കിൽ ആദ്യമായിട്ട് പാഠം കണ്ട് അപ്പോഴന്നെ പഠിച്ച് അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയിരുന്നവരാണെങ്കിൽ നിങ്ങൾ ഇനി എന്തായാലും ഇത് ഉപേക്ഷിക്കണം. കാരണം ഇനിയുള്ള ഇതുകളിൽ വലിയ എക്സാമുകൾ വരുമ്പോൾ നമുക്ക് ഇതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ അപ്പോൾ നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. പക്ഷേ തലേ ദിവസത്തെ രീതിയിലുള്ള പഠനമാണ് കൊണ്ടുപോകണമെങ്കിൽ നമുക്കത് വളരെ ഇപ്പം ഞാൻ 10ാം ക്ലാസ്സും കൂടി ആയതുകൊണ്ട് ഇനി +1 പോകുമ്പോൾ 9ാം ക്ലാസ്സിന്റെ ബാക്കിയൊക്കെ ആയിരിക്കില്ല. അപ്പോൾ 10എങ്കിലും നല്ലപോലെ പഠിച്ചിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒപ്പം വരും. നമുക്ക് ഒരുമിച്ച് നമ്മുടെ റൂട്ടീൻ മാറ്റാം. ഒപ്പം നമുക്ക് വിജയിക്കാം. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അത് ക്യാൻസൽ ചെയ്യാൻ മാറ്റുക. അതാണ് നമ്പർ 1 ആയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട സംഭവത്തിൽ പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളത്. യൂട്യൂബ് ചാനലുകൾ കാണുന്നുണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവണം, അല്ലെങ്കിൽ നിങ്ങൾ ലീവ് ആക്കാവണം, എന്ത് കാരണങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടി അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ യൂട്യൂബ് ചാനലാണ് പൊതുവെ നമ്മൾ നോക്കുക. എക്സാമിനർ സൈലം അങ്ങനെ ഒരുപാട് നല്ല യൂട്യൂബ് ചാനലുകളുണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ എല്ലാവർക്കും പറയുമ്പോൾ ഒരു ചിരി വരാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വിക്ടേഴ്സ് ചാനലാണ്. ഫ്രണ്ട്സ് ഒക്കെ വെക്കുമ്പോൾ ചിരിക്കാറുണ്ട്. കാരണം നല്ല ലാഗ് അടിച്ചിട്ടാണ് പറയാ. പക്ഷെ നമ്മൾ ഒട്ടും ക്ലാസ്സിൽ കയറാത്ത ആളാണ് ഒരു 1.5 ഇട്ട് കേൾക്കുകയാണെങ്കിൽ അതിനകത്ത് ഫിസിക്സ് ഞാൻ എക്സാമിന്റെ തലേദിവസം പഠിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2x ഇട്ടിട്ട് മൊത്തം കേൾക്കും. അപ്പൊ ആ വിക്ടേഴ്സ് ചാനലിൽ കാണുന്നതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എക്സ്പെരിമെന്റ് കാണിക്കും. പിന്നെ ഇപ്പൊ മൊമെന്റ് ആണ് പഠിപ്പിക്കുകയാണെങ്കിൽ എക്സ്പെരിമെന്റൽ പ്രൂഫ്, തിയററ്റിക്കൽ പ്രൂഫ്, മാത്തമാറ്റിക്കൽ പ്രൂഫ്, അങ്ങനെ മാത്സ് വഴിയും എല്ലാ കാര്യങ്ങളും വഴിയും നമുക്ക് ചെയ്തിട്ട് അത്രയും തറാക്കും അവർ ആ ക്ലാസ്സിൽ തന്നെ.
അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ലാഗടിയും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൊതുവെ ഇപ്പം നിങ്ങൾ ഒരു വട്ടമെങ്കിലും കേട്ട് നോക്കൂട്ടോ. വേണമെങ്കിൽ മലയാളം ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ഇംഗ്ലീഷ് ടേംസ് ഒക്കെ മനസ്സിലാക്കണം. പക്ഷെ കണ്ട് വരുമ്പോൾ അത് ശരിയാവും. അപ്പോൾ വിക്ടേഴ്സ് ചാനൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ ഇതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സ്പെരിമെന്റ് ഒക്കെ വെച്ച് കാണിച്ചിരുന്ന ഏത് ചാനലായാലും കുഴപ്പമില്ല. അതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഇതിപ്പോൾ തലേ ദിവസം പഠിക്കുകയാണെങ്കിലും പഠിക്കരുത്, എന്നാലും അങ്ങനത്തെ ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ പഠിക്കാൻ നമ്മൾ ഇനി കറക്റ്റായിട്ട് പഠിക്കുകയാണ്. ഓക്കെ. പിന്നെ അപ്പോൾ അതാണ് സംഭവം. നമ്മൾ നല്ല ചാനലുകൾ നോക്കിയത് എക്സാമിനേഴ്സ് ആയാലൊക്കെ നല്ലതാണ്. പക്ഷെ ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇതാണെന്ന് മാത്രം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ ആൻഡ് ടൈം ടേബിൾ. അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടൊന്ന് പറയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സൊക്കെ മിസ്സാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം പൊതുവേ എല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലേ ഇത്. കാരണം മിസ്സേക്കിന് എക്സാമിൻ്റെ ഒക്കെ സമയത്ത് എക്സാമും റിവിഷനൊക്കെ ഉള്ളതാണ്. നമ്മൾ എന്തായാലും ആ പീരീഡ് തന്നെ നമുക്ക് എന്തായാലും ചെയ്യാനുണ്ടെങ്കിൽ ആ പീരീഡ് നോക്കിയിട്ട് നമ്മൾ ഇറങ്ങുള്ളൂ. കാരണം എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. ഈ പീരീഡ് നമ്മളൊന്നും പഠിച്ചിട്ടുണ്ടായാലും വെറുതെ വഴക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ആ പീരീഡ് നമ്മൾ ഇറങ്ങും. പക്ഷേ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ ആ സമയത്ത് മാത്രമേ നമ്മൾ ക്ലാസ്സിൽ ഇരുന്നില്ലെങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് ഇന്ന് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷേ നമ്മൾ എന്താ പറയുക, എക്സാമിന് വേണ്ടിയിട്ട് ഓരോ പാഠം പഠിക്കണമെങ്കിൽ നമുക്ക് എക്സാം വരണം. മിക്ക കുട്ടികളും ഒന്നുകിൽ എക്സാം വരണം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു നല്ല വഴക്ക് പറയണം. ആ ഒരു പേടിയുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ റിവിഷൻ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ ചോദിക്കും, ടെസ്റ്റ് പേപ്പർ ഇടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പീരീഡുകൾ നമ്മൾ കട്ടാക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മാറ്റും. അതാണ് ടിപ്പ് നമ്പർ 3. റിവിഷൻ പീരീഡും നിങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. അന്ന് എടുക്കണമെന്ന് പഠിച്ചില്ലെങ്കിലും ഇനിയിപ്പം ഞാൻ ഇപ്പം അന്ന് എടുക്കണമെന്ന് പഠിക്കണമെന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും നമുക്ക് അന്ന് എടുക്കണമെന്ന് പഠിക്കാനൊരു മടിയൊക്കെ വരില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ചില ചാപ്റ്റർ മിസ്സായി പോകും. പക്ഷേ എന്ത് ചെയ്യണം, റിവിഷന് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകണമെങ്കിൽ 10ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം റിവിഷൻ എന്തായാലും എല്ലാ സ്കൂളിലും ഉണ്ടാവും. ഇപ്പോൾ ഒരുവിധം എല്ലാ സ്കൂളിലും 10ാം ക്ലാസ്സിലേക്കൊക്കെ ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞാൽ റിവിഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ പറയുന്ന ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും കാലം കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിലും ആ പ്രശ്നം നമുക്ക് അവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായി ഫോളോ ചെയ്യുക. 8, 9 ക്ലാസ് ആണെങ്കിൽ തന്നെ നമ്മളോട് ടീച്ചേഴ്സ് നാളേക്ക് ഇത് പഠിച്ചു പോയോ ചോദ്യം ചോദിക്കില്ലെങ്കിലും നമ്മൾ ചോദ്യം ചോദിക്കുന്നു വിചാരിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, അതാണ് ടിപ്പ് നമ്പർ 3. പിന്നെ 4ാമത്തെ കാര്യം ടൈം ടേബിൾ. അതായത് ഞങ്ങളങ്ങനെ എഴുതി ടൈം ടേബിൾ വെച്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല, എന്നാൽ അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. ഇപ്പോൾ ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന സമയത്ത് ഇന്നത് തീർക്കണമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് അതുപോലെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ടൈം ടേബിൾ ഒരു നല്ല ഓപ്ഷനാണ്. കൃത്യമായിട്ട് ഇന്ന ചാപ്റ്റേഴ്സ് നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ എക്സാമിൻ്റെ തലേദിവസം ആ സമയത്തൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം നമ്മൾ വേറൊരു കാര്യം ചെയ്യുള്ളൂ. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ആ സമയത്ത് ഒരു റെസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ 2.5 മണിക്കൂർ ഇങ്ങനെ പഠിക്കുന്നത്. അത് സംഭവം ടെൻഷനാണ്. ആ പേടിയും ടെൻഷനാണ്. കാരണം നമ്മൾ എൻ്റെ അതിൻ്റെ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പോയി നമുക്ക് എന്തായാലും ടെൻഷൻ വരും. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ രീതിയിലാണ് എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നത്. അപ്പൊ നമ്മളിപ്പോ എല്ലാവർക്കും ക്ലാസ് ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സാമിന്റെ സമയം ബയോളജി 4-5 ചാപ്റ്റർ ഒന്നും കയറിയിട്ടില്ല. പക്ഷെ എക്സാമിന് 4-5 ചാപ്റ്റർ ഉണ്ട്, ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ 2 മണിക്കൂർ കൊണ്ട് 2 ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ അങ്ങനെ നമ്മൾ ടൈം ടേബിൾ എഴുതി ഉണ്ടാക്കില്ലെങ്കിലും ഇത്ര മണിക്കൂർ ഇത് പഠിച്ചിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യുള്ളൂ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. അപ്പോൾ വേഗം നമുക്ക് തീർക്കാം. അപ്പം നമുക്ക് 4 ചെറിയ ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഇനി SLC-ക്കാർക്കുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇനി അതല്ലാതെ ജനറൽ എല്ലാവരും പഠിപ്പിക്കേണ്ട എങ്ങനെയാണെന്നും ഇത് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഇത്രയും ദിവസം ഞങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് പറ്റായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആഴ്ചയിലൊക്കെ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.